നമസ്കാരം. നിർബന്ധമായും പങ്കെടുക്കേണ്ടവർ ബഹിഷ്കരിച്ചിട്ടും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ നട്ടെല്ലുറപ്പില്ലാത്ത സംഘികൾ മലയാളികളുടെ പ്രിയതാരം മോഹൻലാലിന് നേരെ സോഷ്യൽ മീഡിയയിൽ കുതിര കയറുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് ആദ്യമേ പറഞ്ഞു വെക്കട്ടെ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. 44 വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ 300-ലധികം സിനിമകളിൽ അഭിനയിക്കുകയും 2 തവണ ദേശീയ അവാർഡ് ലഭിക്കുകയും ചെയ്ത മഹാനടനാണ് മോഹൻലാൽ. എന്നാൽ 1-2 ദിവസമായി താരത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സംഘി മൂടുള്ള ആളുകളിൽ നിന്ന് വ്യാപകമായ സൈബർ ആക്രമണം നടക്കുകയാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നേരിട്ട് ക്ഷണം ലഭിച്ചവരിൽ ഒരാളാണ് മോഹൻലാൽ. RSSകാരിൽ നിന്ന് അയോധ്യയിലെ അക്ഷതം മോഹൻലാൽ ഏറ്റുവാങ്ങുന്നതിൻ്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ജനുവരി 22-ന് നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുത്തിരുന്നില്ല. അയോധ്യയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റും മോഹൻലാൽ ഷെയർ ചെയ്യാത്തതാണ് സൈബർ സംഘികളെ ചൊടിപ്പിച്ചത്. 2 ദിവസമായി തൻ്റെ പുതിയ സിനിമയായ മലൈക്കോട്ടൈ വാലിബനുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന് താഴെ മോഹൻലാലിനെതിരെ നിരവധി പേർ വിദ്വേഷ കമൻ്റ് കൊണ്ട് പൊങ്കാലയിടുകയാണ്. ശ്രീരാമ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിന് വലിയ വിഷമവും വേദനയും തോന്നുന്നു. മതഭ്രാന്തന്മാരെയും ഹൈന്ദവദ്രോഹികളെയും ഭയന്നു ജീവിക്കുന്നത് മരണതുല്യമാണ്. ഇതിന് അയോധ്യയിൽ പോയി ഭഗവാനെ കണ്ട് പ്രായശ്ചിത്തം ചെയ്യുക. താങ്കൾക്ക് സദ്ബുദ്ധി ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഒരു സിനിമ പോലും ഞാനോ എൻ്റെ കുടുംബമോ കാണില്ല. ഇനി നിങ്ങളോട് സ്നേഹമില്ല തുടങ്ങി നിരവധി കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത്. 45 വർഷമായി മോഹൻലാൽ സിനിമയിലുണ്ട്. ഇനിയും കുറേ നാൾ കൂടി ഉണ്ടാകും. ബഹിഷ്കരിക്കാൻ പറ്റുന്നവർ ബഹിഷ്കരിച്ചു നോക്ക് എന്നിങ്ങനെ മോഹൻലാലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആരാധകരും രംഗത്തുണ്ട്. എന്നാൽ മലൈക്കോട്ടൈ വാലിബൻ്റെ പ്രൊമോഷന് ശേഷം മോഹൻലാൽ UK-യിലേക്കും അവിടെ നിന്ന് എമ്പുരാൻ്റെ ഷൂട്ടിങ്ങിനായി അമേരിക്കയിലേക്കും പോയതിനാലാണ് അയോധ്യയിലേക്ക് പോകാൻ പറ്റാത്തത് എന്നാണ് മോഹൻലാൽ ഫാൻസ് നിരത്തുന്ന വാദം. ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രമാക്കിയ അമ്പലത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇന്ത്യയിലെ നിരവധി പ്രമുഖർ അയോധ്യയിൽ ഉണ്ടായിരുന്നു. സിനിമാ താരങ്ങളായ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, ജാക്കി ഷ്രോഫ്, ചിരഞ്ജീവി, രാം ചരൺ, വിവേക് ഒബ്രോയ്, ധനുഷ്, ആയുഷ്മാൻ ഖുറാന തുടങ്ങിയവരൊക്കെ അവിടെ എത്തിയിരുന്നു. ക്ഷണം കിട്ടിയവർ ആരൊക്കെ പോയില്ല എന്ന് അന്വേഷിക്കേണ്ടവർ ആദ്യം ആരായേണ്ടത് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ JP നഡ്ഡ എന്തേ അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചത് എന്നാണ്. അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തേ നാവുയരാത്തത്? രാമക്ഷേത്ര നിർമ്മാണം രാഷ്ട്രീയ അജണ്ടയായി ഉയർത്തിപ്പിടിച്ച പാർട്ടിയല്ലേ BJP? അതിൻ്റെ പ്രസിഡന്റ് അല്ലേ നഡ്ഡ? എന്നിട്ടെന്തേ അങ്ങേര് ഡൽഹിയിൽ ചൊറിയും കുത്തിയിരുന്നതല്ലാതെ അയോധ്യയിലേക്ക് പോയില്ല? എന്തുകൊണ്ട് ശ്രീരാമൻ്റെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചു? ഇതല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്. ഈ ചോദ്യമല്ലേ നിങ്ങളെ അലട്ടേണ്ടത്. അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിച്ചതിന് സോണിയാഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും ഹിന്ദു വിരുദ്ധരാണെന്ന് പ്രഖ്യാപിച്ച നിങ്ങൾക്ക് JP നഡ്ഡയുടെ പേജിൽ ചെന്ന് ഹലോ മിസ്റ്റർ പ്രസിഡന്റ്, താങ്കളാണ് യഥാർത്ഥ ഹിന്ദു വിരുദ്ധൻ എന്ന് കമൻ്റിടാൻ ധൈര്യമുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങളൊക്കെ യഥാർത്ഥ രാമഭക്തരാണെങ്കിൽ എന്തുകൊണ്ടാണ് ശങ്കരാചാര്യന്മാരും അങ്ങോട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണമല്ലേ അന്വേഷിക്കേണ്ടത്? ബാബരി പള്ളി പൊളിക്കുന്നതിന് നേതൃത്വം നൽകിയ അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും ആ തൊടിയിൽ കയറരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എന്നൊക്കെയല്ലേ അല്പമെങ്കിലും ഓർമ്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത്. ഇതൊന്നും ചോദിക്കാതെ ചാഞ്ഞ മരമാണെന്ന് കരുതി മോഹൻലാലിൻ്റെ നെഞ്ചത്ത് കയറി കസർത്ത് കാണിക്കാൻ നാണമില്ലേ എന്നാണ് അവസാനമായി ചോദിക്കാനുള്ളത്. എന്നാൽ പിന്നെ നിർത്തട്ടെ മോനെ ദിനേശ.